ശരിക്കും ആശി ഇങ്ങനെ തന്നെയാണോ? എനിക്കൊന്ന് അവര് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും ഫ്രണ്ട്സ് എന്ന നിലയിൽ ആശി ശരിക്കും നമ്മളിപ്പോ കാണുന്ന ആശി തന്നെയാണോ? ആശി അവൻ സത്യം എനിക്ക് എന്നെ തിരികെ സാധിക്കില്ല. പൊതുവെ ആൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി വലയം ഉണ്ടാവും അല്ലെ? അവര് ആൺകുട്ടികളുണ്ട്, എന്നാലും ഗേൾസിനോട് നടക്കുമ്പോ എന്തൊരു പ്രത്യേക അതെന്താണ് ഒരു പ്രത്യേക അതെനിക്കറിയത്തില്ല. എന്നാലും അങ്ങനെ ആശി ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ റിലേഷൻഷിപ്പിൽ എന്താ വരാത്തെ? അതിന്റെ റീസൺ എന്താ? ഗേൾസ് എന്താണെന്ന് അറിയാന്നുള്ളതാണ്. ഈ റീല് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റീസ്, ഞാൻ 4 സെലിബ്രിറ്റീസിന്റെ പേര് പറയുകയാണെങ്കിൽ ഇന്നാളെ കൂടെ ഇതുപോലെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ നയൻതാര, ഹണി റോസ്, രശ്മിക മന്ദാര, അലിയ ഭട്ട്. ഹണി റോസ് അതെന്താ? അല്ല അതെന്തുകൊണ്ടാ? അല്ല, മറ്റുള്ളവർക്ക് കൂടുതൽ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് ഹണി റോസിന് മാത്രം. അതെ, വേറൊന്നും അല്ല, ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കാനായിരുന്നു മെസ്സേജ് അയച്ചത്, എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി. ഹായ്, ഹലോ, നമസ്കാരം. ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ഹെയർ ബോയ് എന്ന് വിളിക്കണോ ആഷിഖ് എന്ന് വിളിക്കണോ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആഷിഖ് എന്ന് തന്നെ വിളിക്കാം. കൂടെ ആഷിഖിന്റെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സുന്ദരി കൊച്ചു കൂടി ഉണ്ട് കേട്ടോ. സനിക, ആഷിഖ്, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം ആഷിഖ്? സുഖം. സുഖമായിരിക്കുന്നു. ആഷിഖിനെ ആദ്യം കാണുമ്പോഴേ ഭയങ്കര രസമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റൈൽ ചെയ്ത് അതിന് ഹെയർ കളർ ഇട്ട് താഴോട്ട് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളാണോ? ആണ്, പിന്നെ പണ്ട് തൊട്ടേ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നടക്കണമെന്ന്, മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആഹാ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ചെയ്യാത്തൊന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാന്ന് പറയുമ്പോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനെ വെച്ചാല് മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ, ഞാൻ കൂടുതലും ഫാഷൻ ഡ്രസ്സിലാണ്. മുമ്പൊക്കെ നല്ല രീതിക്ക് ആരും ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് തോന്നിയിട്ട് അങ്ങനെ ചെയ്താലും മറ്റുള്ളവർ ശ്രദ്ധിക്കും. വെറൈറ്റി ആയിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്, പിന്നെ മുടിയൊക്കെ വളർത്തി കളറൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഫാഷൻ ഡിസൈനർ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പിന്നെ അത് കൂടുതലും ഗേൾസാ പഠിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അതിനോട് ഒരു താല്പര്യം പോയി. പിന്നെ അത് നടത്തിയിട്ട് പിന്നെ ആഷിഖിന് നമ്മളിപ്പോ ഹെയർ ബോയ് എന്ന് വിളിക്കുന്നവരുണ്ട്, ആഷിഖ് എന്ന് വിളിക്കുന്നവരുണ്ട്. ആഷിഖിന് എന്ത് വിളിക്കാൻ ഇഷ്ടം? നമ്മളെല്ലാവരും പിന്നെ ആഷി എന്ന് വിളിക്കാൻ. ആഷി, ആഷി. അപ്പൊ നമുക്ക് ആഷി എന്ന് വിളിക്കാം. എന്റെ വീട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുന്നത്. വീട്ടുകാരൊക്കെ ആഷി എന്നാണ് വിളിക്കണേ. ആൻഡ് സനികയോട് നമുക്ക് ചോദിക്കാം. സനിക, സനികയുടെ ആദ്യം ഇന്റർവ്യൂ ആണോ? അവൾക്ക് ഭയങ്കര നാണാണ്. പക്ഷെ അവള് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാ. ഇങ്ങനെ ഇരിക്കുമ്പോ ആ ടെൻഷൻ ഒന്നും വേണ്ട, കൂടെ പിടിച്ചൊരു സുഹൃത്താന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലാണോ നിങ്ങൾ ഷൂട്ടൊക്കെ ചെയ്യണേ? അതെ, ഞാൻ സത്യത്തിൽ ഞാൻ മോഡലാണ്, ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മോഡലിംഗ് ചെയ്യുക. അപ്പോൾ ഞാൻ ഷൂട്ടിന്റെ കാര്യത്തിന് ട്രിവാൻഡ്രത്ത് പോയപ്പോഴാണ് ഇവനിങ്ങനെ പ്രൊമോഷൻ വീഡിയോ ഉണ്ട് ചെയ്യാന്ന് പറഞ്ഞ്. പിന്നെ അന്ന് തന്നെ ഞങ്ങൾ 2-3 റീൽസും ചെയ്ത്. അതൊക്കെ നല്ല വൈറലായത്. എല്ലാം ജസ്റ്റ് കുറച്ചു നേരം മതി നമുക്ക് വീഡിയോ എടുക്കാൻ. ഞാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ട. എനിക്കറിയില്ല, ഞാനിങ്ങനെ എടുത്തിട്ടില്ല, റീൽസ് ചെയ്തിട്ടില്ല ബോയ്സിന്റെ കൂടെ ഒന്നും. അപ്പൊ ഇവനാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെടി, നീ ഇങ്ങനെ വരണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ 2-3 എടുത്ത്. എനിക്ക് അന്ന് തന്നെ രാവിലെ വീട്ടിലും പോണമായിരുന്നു. പിന്നെ സെറ്റാക്കി എടുത്തു. പക്ഷെ അത് വൈറലായി വിചാരിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു, ഇവൻ പറഞ്ഞായിരുന്നു എനിക്കറിയാം ഇങ്ങനത്തെ മറ്റുള്ളവർക്ക് എന്താണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. അപ്പൊ ആ കണ്ടന്റ് ചെയ്താൽ ഇഷ്ടപ്പെടുമെന്ന് അറിയാം. അപ്പൊ ആ കണ്ടന്റ് ചെയ്തു. ചെറിയൊരു 10 സെക്കൻഡ് വീഡിയോ 9 മില്യൺ നമ്മളെ രണ്ടുപേരുടെ. പിന്നെ ആഷിഖിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഈ റിയൽ ആഷിഖ് ഇങ്ങനെ തന്നെയാണോ? വേറൊരു ഫേസ് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഹെയർ ബോയ് എങ്ങനെയാണ് ശരിക്കും എങ്ങനെയാ ഹെയർ ബോയ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ഇങ്ങനെ തന്നെയാണോ നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ? അങ്ങനെയൊന്നുമല്ല, ഞാൻ ഈ വീഡിയോസ് ഒക്കെ വെറുതെ ചെയ്യുന്നതാ. ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ അടിച്ചടിച്ച് ജീവിക്കുക, ഇത് മാത്രമാണ് മൈൻഡ്. പിന്നെ കൂടുതൽ ഗേൾസാ
ഫ്രണ്ട്സ് ഉള്ളത്. ഫ്രണ്ട്സ് അതെന്താ ഗേൾസ് ഫ്രണ്ട്സ് കൂടെ? പൊതുവെ ആൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി വലയം ഉണ്ടാവും അല്ലെ? അവര് ആൺകുട്ടികളുണ്ട്, എന്നാലും ഗേൾസിനോട് നടക്കുമ്പോ എന്തൊരു പ്രത്യേക അതെന്താണ് ഒരു പ്രത്യേക അതെനിക്കറിയത്തില്ല. അവന്റെ കൂടെ നടക്കുമ്പോ അതെന്താണ് ഒരു വൈബ് ഫീൽ ചെയ്യും? ആ വൈബാണ് അവന്റെ കൂടെ നടക്കും. അതായത് ഏത് ഗ്യാങ്ങിലും ഒരു ഗേൾസ് ഉണ്ടെങ്കിൽ ഒരു ഗേൾ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? അതാ എന്റെ കൂടെ ഒരുപാട് ഗേൾ. ഓ അങ്ങനെ ആള് ചിന്തിച്ചു. അതായത് നമ്മള് ബോയ്സ് ഗ്യാങ്ങിൽ ഒരു ഗേള് വരുമ്പോ അത് വേറെ ഫീൽ ആയിരിക്കും. തിരിച്ചാള് അതിന് വേണ്ടി എപ്പോഴും സ്വയം എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ എങ്ങനെ ഈ പ്രയത്നം എന്തെങ്കിലും ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. ഞാൻ ബോയ്സിനെ പോലെ തന്നെ ഗേൾസിനെയും കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ ബോയ്സ് ഗ്യാങ്ങിൽ ഒരു ഗേൾ ഉണ്ടാവും, അതുപോലെ ഈ ഗേൾസ് ഗ്യാങ്ങിൽ ഒരു ബോയ് വരിക എന്ന് പറയുന്നത് എല്ലാ ആൺകുട്ടികളുടെയും ഒരു വലിയൊരു ഡ്രീമാണ്. ആ ഡ്രീം ഇപ്പം ആഷിക്കിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ആൺപിള്ളേർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസൂയൊക്കെ ഉണ്ടാവുക. അസൂയാണെന്നോ? അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളു. സത്യം എന്താണെന്ന് അറിയത്തില്ല എന്നോട് ഇത്ര ദേഷ്യം. ഞാൻ ഒരുപാട് കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യാറുള്ളത് കാണാതെ. എനിക്ക് ചില കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാവും. അതായത് എന്നെ പറയുമ്പോൾ എനിക്ക് സീനില്ല, എൻ്റെ ഫ്രണ്ട്സിനെ ഇതുപോലെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര, അവർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാവും. അങ്ങനത്തെ രീതിയിലാണ് കമന്റ് ഒക്കെ ഇടുന്നത്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കും. പിന്നെ ഞാൻ റിപ്ലൈ ചെയ്യാൻ പോകത്തില്ല. എന്തിനാണ് ഇവർക്ക് റിപ്ലൈ ചെയ്തിട്ട്, എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം എന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഒരു കാര്യമല്ല. ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത കമന്റ് എന്താ ആഷിക്കിന്? അതായത് എൻ്റെ അമ്മയെ വിളിച്ചത് നല്ല വിഷമായി. തിരിച്ച് പറയാനൊന്നും പറ്റൂലല്ലോ, പറഞ്ഞാലിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പണ്ടത്തെ ഞാനാണെങ്കിൽ പറയായിരുന്നു, ഉറപ്പായിട്ടും പറയായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഒരു ഇതിൽ നിൽക്കുന്നോണ്ട് എനിക്കൊന്നും തിരിച്ചൊന്നും പറയാനും പറ്റൂല. ഇങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. എന്നാലും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് ബോധമായി. എന്തിനാ ഇവരോടൊക്കെ തിരിച്ച് പറയാൻ പോയിട്ട് ഒരു കാര്യമല്ല, അതുകൊണ്ടാ പറയാത്തത്. ശരിക്കും ആശി ഇങ്ങനെ തന്നെയാണോ? എനിക്കത് അവര് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും ഫ്രണ്ട്സ് എന്ന നിലയിൽ ആശി ശരിക്കും നമ്മളിപ്പോ കാണുന്ന ആശി തന്നെയാണോ? ആശി അവൻ സത്യം എനിക്ക് എന്നെ തിരികെ സാധിക്കില്ല. ഇല്ല, ഓൻ പാവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബോയ്സ് ഒക്കെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ശരിക്കും ഹെയർ ബോയ് എങ്ങനെയാണ്. അവൻ ശരിക്കും പാവാ. സത്യത്തിൽ നമ്മളെ ഗേൾസിനെ കൊണ്ടുപോയാൽ ഒരു അച്ഛൻ മക്കളെ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ഇവൻ കൊണ്ടുപോകും. നല്ലപോലെ കെയർ ചെയ്യും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞ്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് സംസാരിച്ചാൽ അത് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഇവ മാറ്റി നിർത്തി. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഡ്രസ്സിങ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ഫ്രണ്ട് പോലെ, ഒരു നമ്മുടെ കൂടപ്പറപ്പ് പോലെ ഇവൻ പറഞ്ഞു തരും. അല്ലാതെ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അതൊരു വലിയ പോയിന്റാണ്. കാരണം ഇപ്പൊ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആശുയുടെ കൂടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇത്രയധികം പെൺകുട്ടികൾ ആശുയുടെ കൂടെ വീഡിയോ ചെയ്യുന്നു. അപ്പൊ സെക്യൂർ ആണോ? ഇപ്പൊ രാത്രി പകല് കൂടെ പോകുമ്പോ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്, അതും കൂടെ അവര് ചിന്തിക്കണം. ഞാൻ സത്യത്തില് റീലിന് വേണ്ടിയല്ല ഇവരുടെ കൂടെ നടക്കുന്നത്. മറ്റുള്ളവർ വിചാരിക്കുന്നത് കൂടുതലും റീൽ എടുക്കാനാണ്, റീൽസിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അതൊന്നുമല്ല. ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഒരു ചെറിയൊരു ടൈം കിട്ടുമ്പോഴാണ് ഈ റീലൊക്കെ ചെയ്യുന്നത്. അല്ലാതെ റീലിന് വേണ്ടി ചെയ്യുന്നതല്ല. റീലും റിയൽ ലൈഫായിട്ട് ഡിഫറെന്റ് ഉണ്ടെന്ന് പറയുന്നത് ഒരു ബന്ധമില്ല. അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാ ആശി? സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നൊക്കെ. ആശിന്റെ ഏറ്റവും കൂടുതൽ പെൺപിള്ളേർക്ക് ഇഷ്ടാവുന്ന കാര്യം എന്താ സനിക? ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കും. അവൻ എന്ന് പറഞ്ഞാല് ഈ വലിയ ജാടയോ, അവൻ്റെ അടുത്ത് ഇപ്പം വേറെ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ പറഞ്ഞത്, ഇവൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ പറഞ്ഞു എടി ഇവൻ പോയി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവൻ എന്ത് പാവടി, നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇവന്. നമ്മളിപ്പം വിളിച്ച് ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചിപ്പോൾ ഇങ്ങനെ ഹായ് ഹെയർ ബോയ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. ജാട എടുക്കുവോ അല്ലാതെ ആരോടും ജാട ഇടുന്നത് തീരെ ഇഷ്ടമല്ല. അവരെ പോലെ തന്നെയല്ലോ ഞാനും. അവരെന്നെ എന്തോ വലുതായിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ അവരെ പോലെയാണ്. എനിക്ക് ആര് എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയാലും ഞാൻ സംസാരിക്കാതെ പോകില്ല. ഞാൻ എത്ര റോട്ടിൽ കൂടെ പോയാലും എന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന ടൈം എന്നെ വിളിക്കും. അപ്പം തിരിച്ച് വണ്ടി ഇറക്കിയിട്ടൊക്കെ പോയി സംസാരിക്കാറ്. അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. ഞാൻ കുറെ റീലൊക്കെ കണ്ടു, ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ സെൽഫി എടുക്കാൻ വരുന്നത് ഒരുപാട്. എവിടെ പോയാലും ഇപ്പൊ വന്നപ്പോഴും ഇങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തൊന്ന് പോയി. എന്റെ പൊന്നോ, ഞാൻ ഇങ്ങനെ നിക്കണ്ട വന്നു. അല്ല, എനിക്ക് തോന്നുന്നത് 8 ആണ് കൂടുതലെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിന്റെ കൂടെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ കമന്റ് ബോക്സിലാണ് കൂടുതൽ ഹേറ്റേഴ്സ് വരിക.
പക്ഷെ എന്നെ ആരും ഫോളോ ചെയ്യില്ല, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്താണ് ഗൈസ് ഫോളോ ചെയ്ത്? ഐ മീൻ എല്ലാത്തിനും നല്ല വ്യൂ ഉണ്ടല്ലേ? ഫീസ് ഉണ്ട്, പക്ഷെ ഫോളോ ചെയ്യാൻ അവരെന്നെ പറയാം അൺഫോളോ അടിച്ച് പോകുമെന്ന് നിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അത്രയ്ക്ക് വിഷമാവുന്നൊക്കെ പറയും. സത്യം സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞാനും സിംഗിൾ ആണല്ലോ, എന്നിട്ട് എനിക്ക് വിഷമമില്ല. എന്നാലും എങ്ങനെ ആശി ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ റിലേഷൻഷിപ്പിൽ എന്താ വരാത്തെ? അതിന്റെ റീസൺ എന്താ? ഗേൾസ് എന്താണെന്ന് അറിയാന്നുള്ളതാണ്. നല്ലതുമല്ല അറിയാം ഗേൾസ് എന്താണെന്ന്. നല്ലൊരു തേപ്പ് കഥ മടക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇപ്പഴേ വേണ്ട, സമയമുണ്ട്. ഇപ്പഴേ ഇങ്ങനെ അടിച്ചൊളിച്ച് ജീവിച്ചിട്ട് സമയമാകുമ്പോ ഒരു പണ്ടൊരു ഈ പറഞ്ഞ ബ്രേക്കപ്പ് സ്റ്റോറി ഉണ്ടോ ആഷിക്ക്? ഉണ്ട്. പിന്നെ അതിൽ നിന്ന് പഠിച്ച ഒരു പാഠം കൊണ്ടാണോ ഇനി റിലേഷൻഷിപ്പ് വേണ്ട? അതിന് പഠിച്ചത് മാത്രമല്ല, എനിക്കൊരു 2 ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗേൾസ്. ആ അവര് പോയ പിന്നെ അവര് എവിടെ? അതായത് എന്നെ വിട്ട് പോയില്ലേ, അതായത് എന്തു പറയാനാ, എൻ്റെ നല്ല ഒരു 2 വർഷത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അവരായിരുന്നു എനിക്ക് എല്ലാം. അങ്ങനെ അവര് പോയപ്പോ ഇനി റിലേഷൻഷിപ്പ് വേണ്ട? അല്ല, അവര് പോയപ്പോ എനിക്ക് വിഷമം എന്താണെന്ന് പഠിച്ച്. അതായത് എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നപ്പോ പോലും എനിക്ക് ഇത്ര വിഷമമില്ലായിരുന്നു. പിന്നെ അവരെന്റെ കൂടെ നിന്നിട്ട് പോയില്ലേ, ആ ടൈമിൽ ഞാൻ കൂടുതൽ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അവരാലോചിച്ച്. അപ്പൊ കൂടുതലായിട്ട് എനിക്ക് ആരോടും അറ്റാച്ച്ഡ് ആവാൻ പറ്റുന്നില്ല. എന്നാലും കുറച്ചൊക്കെ ആകുമ്പോ തന്നെ എനിക്ക് വിഷമം, അവര് പോകുന്നുള്ളൊരു പേടിയുണ്ട്. ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് തന്നെ സീനാണ്. ഞങ്ങള് വീഡിയോ ഞാൻ കാണുന്ന പോലെ ഒന്നുമല്ല, എനിക്ക് നല്ല ഇപ്പൊ ഭാവിയിൽ ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിക്കും, എന്തായാലും വേണല്ലോ. ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ ഒരു ക്വാളിറ്റീസ് ഇങ്ങനെയൊക്കെ വേണം, എന്നെ ആഗ്രഹിക്കോ? സ്നേഹിക്കണം, അത്ര മാത്രം മതി, എന്നെ വിട്ട് പോകരുത്, അത്ര മാത്രം മതി. എനിക്ക് സ്നേഹമാണ് വേണ്ടത്. സ്നേഹം വേണം, എന്നെ വിട്ട് പോകരുത്, എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കണം. അല്ല, എനിക്ക് പ്രപ്പോസലൊക്കെ ഒരുപാട് വരാറുണ്ട്, പക്ഷെ ഈ ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് വരുന്നതാണോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്കിഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ല. അല്ലാതെ എന്നെ കണ്ടിട്ട് എന്റെ സ്വഭാവം അറിഞ്ഞിട്ട് വരണം, ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വന്നാൽ ഓക്കെയാണ്. കേട്ടല്ലോ ഗൈസ്, ആഷിക്ക് ഇങ്ങനത്തെ ആ പെൺകുട്ടികളൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ ആഷിയുടെ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആഷിയുടെ ഹെയർ. എത്ര ഹെയർസ് കളർ ചെയ്തിട്ടുണ്ട്, എത്ര വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്? ഒരു 6 കളർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹെയർ കളർ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. എൻ്റെ നാട്ടിലൊക്കെ എന്നെ ഫസ്റ്റൊക്കെ കളറൊക്കെ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കാറുള്ളത്, പിന്നെ പിന്നെ ഓക്കെ. ശരിക്കും ആശ ഈ വീഡിയോ ക്രിയേറ്റർ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ട് നമുക്കറിയാം. ശരിക്കും ആശ എന്താ ചെയ്യണേ? വർക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ കറങ്ങി അടിച്ചൊളിച്ച് ജീവിക്കുക. അപ്പൊ ഈ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ സാലറി, ഈ പറഞ്ഞ നമുക്കൊരു ഇൻകം ഇല്ല. അപ്പൊ എങ്ങനെ ആശ ഇങ്ങനെ ജീവിക്കണേ ഈ ഒരു എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. എടാ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും പോലെയല്ല എന്റെ അച്ഛനും അമ്മയും ചേട്ടൻ. അവര് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ. എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നീ ഇപ്പൊ അടിച്ചൊളിച്ച് ജീവിക്കുക, നിനക്ക് എന്നാണ് ജോലിക്ക് പോകാൻ തോന്നുന്നത് അന്ന് പോയിക്കോ. എനിക്കിപ്പോ 27 വയസ്സായി, ഇതുവരെ എന്നോട് ജോലിക്ക് പോകാനൊന്നും അധികം പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അച്ഛനും അമ്മയും ഇടയ്ക്ക് ചോദിക്കും, അത്രേ ഉള്ളു, അല്ലാതെ നിർബന്ധിക്കാറൊന്നുമില്ല. മലയാളിയില് ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ 25 എനിക്ക് തന്നെ വിഷമാവും, ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് തന്നെ വിഷമാവും. കാര്യം എന്റെ കൂട്ടുകാരന്മാര് തന്നെ 20 വയസ്സിൽ തന്നെ ജോലിക്ക് പറഞ്ഞൂടാ, പക്ഷെ എന്നോട് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ എനിക്ക് ജോലി ഇപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, ആരെയും ഡിപെൻഡ് ചെയ്യരുത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു വയസ്സ് പോയാൽ തിരിച്ച് കിട്ടത്തില്ല. അടിച്ചു പൊളിക്കാനായിട്ട് എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഈ ഒരു ഏജ് പോയാൽ തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഏജിലേക്ക് വന്ന് അടിച്ചു പൊളിക്കാൻ വിചാരിച്ചാലും നടക്കൂല. ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ജീവിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടോ ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്തെല്ലാം ഏൺ ചെയ്യുന്നുണ്ടാവില്ലേ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കും, അങ്ങനൊന്നുമില്ല. ഭാവിയെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചിലപ്പോ നാളെ മരിച്ചായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്, ഭയങ്കര പണ്ഡിതനാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോന്നും ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് എനിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും, അത്ര വേറെ ഒന്നുമില്ല. ആഷിഖൻ ഇപ്പൊ നമ്മൾ ആദ്യം ആഷിയുടെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ നേരെ ഒന്ന് നോക്കിയാൽ മതി, ഒരു ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ട് ആഷിഖ്. ഇത് ആരുടെ ഐഡിയ? അത് തന്നെ ഒരു അതായത് എനിക്കൊരു ട്രിവാൻഡ്രം ഒരു ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ ഈ ടാറ്റു അടിച്ചത്. അത് പണ്ടത്തെ ഫ്രീക്കന്മാരാ അവരൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ ചേട്ടനെ കണ്ടിട്ട് ആ ചേട്ടൻ ഇങ്ങനെ കഴുത്തിൽ ടാറ്റു അടിച്ച് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം അന്ന് എനിക്ക് തോന്നിയതാ ഇതുപോലെ എനിക്കും ചെയ്യണം. പിന്നെ ഞാൻ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാ ഞാൻ വിചാരിച്ചു വേറെ എന്താ എൻ്റെ പേര് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേരടിച്ചതാ.
പക്ഷെ ആ ചേട്ടൻ ഇപ്പം മരിച്ചു. അപ്പം എല്ലാവരും പറയാറുണ്ട് ആ ചേട്ടനെ പോലെയാ ഞാൻ, ആ ചേട്ടനെ പോലെയാ ഞാനെന്ന്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ അത് അവനല്ലേ എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഭയങ്കര ഇഷ്ടം. എത്ര ടാറ്റൂസ് അടിച്ചിട്ടുണ്ട്? 1 2 3. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എൻ്റെ ചേച്ചിയുടെ പേരാ നാൻസി. നാൻസി. ഓ, ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണോ? ചേച്ചി ഇപ്പം ഇല്ല. ഓക്കെ, അതുകൊണ്ട് ടാറ്റു അടിച്ചത്. ഓക്കെ, ഇവിടെ എത്ര ടാറ്റു ഉണ്ട്? നിങ്ങൾ എല്ലാരും ടാറ്റു ഫാമിലീസ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു സ്നേക്ക് ടാറ്റു അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കോഴ്സ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഈ കമന്റ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് ചില കമന്റ്സ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വിടും, വായിക്കാതൊക്കെ വിടുമെങ്കിലും ഈ റീലില് കാണുന്ന അല്ലെങ്കിൽ ഒരു 2-3 സെക്കൻഡ് നമ്മൾ കാണുന്ന ഒരു ആൾക്കാരുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ പലപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടാറുണ്ട്. എനിക്കൊന്ന് ഇപ്പൊ സംസാരിക്കുമ്പോൾ ആഷിക അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടാറുണ്ടോ എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫേമസ് ആവാം. ഇപ്പൊ ആളുകൾ എല്ലാവരുടെ ഡ്രീം എന്താ? ആളുകൾ അറിയണം, നമുക്ക് കുറച്ച് ഈ പറഞ്ഞ ഫോളോവേഴ്സ് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും. 2 രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ വൈറലാവാം. നോർമലി നമ്മുടെ കഴിവ് തെളിയിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പോവാം. ചിലർ ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ പറയുന്ന റീച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പൊ വീഡിയോസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഗേൾസിന്റെ കൂടെയുള്ള വീഡിയോസ് വരുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി അവർ അങ്ങനെ ആഗ്രഹിച്ചു വരണം, കൂടെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചിട്ടാണ് വരിക. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നോ? പെട്ടെന്ന് ആളുകളിലേക്ക് ഇത് എത്തും? ഒരിക്കലും ഇല്ല. പക്ഷെ എൻ്റെ വീഡിയോസിൽ ഇപ്പം മുമ്പാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്കുള്ള വീഡിയോ ഇട്ടാൽ അധികം റീച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ ഗേൾസായിട്ട് ഇട്ട് തുടങ്ങിയപ്പോഴാണ് റീച്ച് കൂടിയത്. പിന്നെ ഞാൻ ആദ്യം എന്നെ വെച്ച് പിടിച്ചതാണ്. മറ്റുള്ളവർക്ക് ഗേൾസാണ് വേണ്ടത്, ഗേൾസിനെ കാണണം, എന്നെ കാണണ്ട. ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഗേൾസിനെ കണ്ടേ പറ്റൂ. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ കൂടെ ഒന്ന് വീഡിയോ എടുക്കുന്ന, സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്ന. പക്ഷെ അതിന് റീച്ചേ ഇല്ല സത്യം പറഞ്ഞാൽ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അത് എന്നെയല്ല വേണ്ടത്, എൻ്റെ ഗേൾസിനെ വേണ്ടത്. എൻ്റെ ഗേൾസിനെ പറയുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിഷമാറാണ്. ഞാൻ കാരണം അവരെങ്ങനെ പറയുമ്പോൾ മനസ്സിലായില്ലേ, എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെ നെഗറ്റീവ്? ഉണ്ട്, ഗേൾസ് ഉണ്ട്, ഒരുപാട് ഗേൾസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഭയങ്കര വിഷമാവും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കമൻറ്റ് ഓഫാക്കാനും പറ്റൂല. കമൻറ്റ് ഓഫാക്കിയാലേ റീച്ച് കുറയും. അതുകൊണ്ട് കമൻറ്റ് ഓഫാക്കാൻ പറ്റത്തില്ല. തനിക്കാണ് നമ്മളിപ്പോ ഗേൾസിനാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക. ഇപ്പൊ നമുക്കറിയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസിൽ വരുന്ന സമയത്ത് ആളുകൾ ജഡ്ജ് ചെയ്യുമല്ലോ നമ്മളെ. അത് എന്ത് വേണമെങ്കിലും ജഡ്ജ് ചെയ്തോട്ടെ, നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ഫാമിലി അത് എങ്ങനെ ഏറ്റെടുക്കും, അത് ഏത് രീതിയിൽ അവരെങ്ങനെയാ പറയുന്നൊക്കെ നമ്മൾ ഗേൾസ് എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. വീട്ടില് ഈ വീഡിയോസ് കാണുവാണെങ്കിൽ കാണുമ്പോ എന്തായിരുന്നു റെസ്പോൺസ്? സത്യത്തിൽ എന്റെ വീട്ടുകാർ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അല്ല, കാണുന്നവരുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാണാറുണ്ട്, റിലേറ്റീവ്സ്, കസിൻസ്, ചേച്ചിമാരുണ്ട്, അവരൊക്കെ കാണാറുണ്ട്. അവരൊക്കെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞതായിട്ട് എൻ്റെ അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടുകാരടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ റീൽസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അല്ലാതെ കാണുന്നവരുണ്ട്. എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ അമ്മയൊക്കെ കാണുന്നവരുണ്ട്. എന്നെ അറിയാന്നുള്ളത് കൊണ്ട് അവർക്ക് സീനില്ല. അറിയാത്ത അമ്മമാർക്കൊക്കെ ഭയങ്കര ഫാമിലി ആയിരുന്നാലും നല്ല. ഞാൻ ഒരുപാട് വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. വീട്ടിലൊക്കെ സീന് അവരോട് ചോദിച്ചിട്ടേ ഇടുന്നത്. പക്ഷെ എന്തെങ്കിലും സീനൊക്കെ ആരെങ്കിലും കസിനൊക്കെ വന്നിട്ട് ഭയങ്കര സീനാക്കും. പിന്നെ ഇപ്പം എൻ്റെ കൂടെ നടന്നാൽ എന്തോ അവർ ഇല്ലാതായി പോയെന്നാ ഇപ്പോഴത്തെ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ അറിയാന്നുള്ളവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ വീട്ടുകാരോട് എങ്ങനെ ഇപ്പൊ ആൾക്കാർ പറയുന്നു എന്ന് പറയാറില്ലേ? അപ്പൊ ഇനിയിപ്പോ വീഡിയോസ് ചെയ്യാൻ റെഡിയാണോ? ഇപ്പൊ ആളുകള് ഇപ്പൊ നെഗറ്റീവ് പറയാണ്, അപ്പൊ എങ്ങനെയാ സനിക അതിനെ എടുക്കുന്ന രീതി എങ്ങനെയാ? ഞാൻ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചതാ. എന്നെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊന്നും ഒരു ഒത്തിരി അല്ല. പിന്നെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ എന്ത് ചെയ്താലും പറയും, അവർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ഞാൻ മോഡലിംഗ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല, റീൽസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നാട്ടുകാർക്കും ഫ്രണ്ട്സിനുമാണ് കുഴപ്പം. അത് എനിക്ക് വിഷയമല്ല. ഇതുപോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ഓക്കെയാണ് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനായിരുന്നാലും ആരെന്ത് പറഞ്ഞാലും സീനില്ല. പക്ഷേ അല്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവർക്കാ വിഷമം, അവർക്ക് സീനാണ്. സത്യം പറഞ്ഞാൽ ഈ കമൻ്റൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് അവരെയാ ചിന്തിക്കുന്നത്. ഞാൻ കാരണം അവർക്ക് ഇങ്ങനെ കേട്ടല്ലോ എന്നുള്ള ഒരു വിഷമം. എന്തിനാണ് അവരെ പറയണത്? എന്നെ പറഞ്ഞൂടെ? എനിക്ക് അതേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അവരെന്തിനാണ് പറയുന്നത്? ഭയങ്കര അവരോട് കമൻറ്റ് ഇടുന്നവരാണ് ചോദിക്കാനുള്ളത്. സത്യം നല്ല വിഷമമുണ്ട് എനിക്ക്. പിന്നെ
ഞാൻ പറഞ്ഞില്ലേ, പഴയ ഞാനായിരുന്നെങ്കിൽ തിരിച്ചു പറയും. നല്ല രീതിക്ക് എന്നെ വിളിക്കുന്നത്, എന്നെ അമ്മയ്ക്ക് വിളിച്ചാലും അച്ഛനെ ആരെ വിളിച്ചാലും തിരിച്ചു പറയും. അങ്ങനെ അവർ തിരിച്ച് സീൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഇപ്പം എന്നെ അടിച്ചാൽ പോലും ഞാൻ ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാ? ലൈഫ് അങ്ങനെ പഠിപ്പിച്ചാണോ? പഠിപ്പിച്ചതാണ്. ഞാൻ മുമ്പൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് അടിപിടി കേസിലൊക്കെ ഇതായിരുന്നു. പിന്നെ വീട്ടുകാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നില്ല വീട്ടുകാരൊക്കെ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറിയല്ലേ പറ്റൂ. എന്നെ അതുകൊണ്ട് മാത്രം, വേറൊന്നുമല്ല. ഇതിനുമുമ്പ് വേറൊരു ഫേസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല. ഒരു കേസൊക്കെ ഉണ്ട്, അടിപിടി കേസാ. അതുകൊണ്ട് അവര് വീട്ടുകാർ ഒരുപാട് അനുഭവിച്ച അതിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് മാറിയതാ. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ തന്നെ ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യമുണ്ട്, അല്ലാതെ എന്നെ ഇഷ്ടമുണ്ട്. അപ്പൊ ദേഷ്യമുള്ളവരൊക്കെ ഇങ്ങനെ ഒരുമാതിരി പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വരും. അപ്പോൾ എന്ത് പറയാനാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പഴയ ഞാനായിരുന്നെങ്കിൽ പ്രതികരിക്കും. ഇപ്പൊ പ്രതികരിക്കൂല. ഇപ്പൊ എന്നെ അടിച്ചാലും ഞാൻ കൊള്ളും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനെ ജീവിച്ചേ പറ്റൂ. സത്യം. ഇപ്പൊ ബോൾഡായിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ, അത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ബോൾഡായിട്ടുള്ള ഷൂട്ട് നടത്തുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഒരു പേര് വരിക, ഒരു മോശം ഗേളാണ് എന്നൊരു പേര് തന്നെ വരാറുണ്ട്. നമ്മളത് ഇഷ്ടത്തോടെ നമ്മൾ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുമെങ്കിൽ കൂടെ അത്തരം പേരുകൾ വരുമല്ലോ. അപ്പൊ അതിനെങ്ങനെയാ സനിക കാണുന്നത്? എങ്ങനെയാ? ഞാൻ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു ഭയങ്കര പാട്. ഭയങ്കരമായിട്ട് മോശമായിട്ടായിരുന്നു എല്ലാവരും ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷേ ഞാൻ ഷൂട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ബേസിലാണ്. എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. മീൻസ് ഞാൻ മോഡലെന്ന് പറയുമ്പം അത് നമുക്ക് മറ്റുള്ളവർക്ക് തോന്നണം. ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അത് മോഡലാണെന്ന് തോന്നണം. സോ അങ്ങനെയാണ് കണ്ടന്റ് ബേസിൽ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മറ്റുള്ളവർ പറയുന്നവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഹാപ്പിനെസ്, എനിക്കൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. എനിക്ക് സന്തോഷവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയും ഹാപ്പി ആയിരിക്കും. സോ ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നുണ്ട്. എനിക്ക് മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞാനത് 2 ദിവസം മുന്നേ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, നല്ലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു, അവിടെ എല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ. പിള്ളേരൊക്കെ, വേറെ മോഡൽസ് പിള്ളേരൊക്കെ ഉണ്ട്, എന്നെ ഭയങ്കര കാര്യമാണ് ചേച്ചി എന്ന് പറഞ്ഞ് വരുവൊക്കെ ചെയ്യും. അതൊക്കെ വന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഇവള് കേൾക്കത്തില്ല, അത് ഉറപ്പാ. ഞാനൊരു ആരെന്ത് പറഞ്ഞു അതിന് കുറച്ചൊന്നും മനക്കെട്ടി പോരാതൊക്കെ വേണം, നല്ല മനക്കെട്ടിയാണ് വേണം. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സിൽ എപ്പോഴും പറയുന്നതാണ് ഇത് കഞ്ചാവാണ്. നമ്മുടെ ലുക്ക് വൈസ് നമ്മളെ ആളുകള് സത്യം. ഇത് ഞാൻ എം കൊടുക്കുന്നുണ്ടാ ഗേൾസ് ഒക്കെ എന്റെ കൂടെ നടക്കുന്നത്, അങ്ങനെയൊക്കെയാ പറയുന്നത്. ഇതുവരെ അങ്ങനെ ആരോടും ഞാൻ സിഗരറ്റ് പോലും വലിക്കത്തില്ലെന്ന് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും ചെയ്യത്തില്ല, വലിക്കുക ഒന്നും ചെയ്യത്തില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു ആളുകളെ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യുന്നത് തോന്നാറുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര്. ഞാൻ ഇപ്പൊ ഫ്രണ്ട്സിന്റെ, ഇപ്പൊ എന്നെ പുതിയതായിട്ട് കാണുന്ന ഒരു ടീമാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് സംസാരിച്ചോണ്ട് വാ നമുക്ക് അടിക്കാൻ പോവാം അല്ലെങ്കിൽ വലിക്കാൻ പോവാം എന്നൊക്കെ പറയും. ഞാൻ പറയും ഞാൻ ഒന്നും ചെയ്യത്തില്ല, പോടാ കള്ളം പറയാതെ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി അവർക്ക് വിശ്വാസമാവില്ല. എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ല. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ മാത്രമേ അടിക്കൂല കുടിക്കൂല എന്ന് പറയുമ്പോൾ മാത്രമേ അവർ വിശ്വസിക്കൂ. അപ്പോഴും പറയും കണ്ടാ പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ലുക്കിലല്ലല്ലോ കാര്യം, ലുക്കിലല്ല ഗൈസ് കാര്യം. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നോ, പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വിചാരിച്ചോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ അവരെന്ത് വിചാരിക്കണം. തീർച്ചയായിട്ടും. ഈ റീല് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റീസ്, ഞാൻ 4 സെലിബ്രിറ്റീസിന്റെ പേര് പറയുകയാണെങ്കിൽ ഇന്നാളെ കൂടെ ഇതുപോലെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ നയൻതാര, ഹണി റോസ്, രശ്മിക മന്ദാര, അലിയ ഭട്ട്. ഹണി റോസ്. അതെന്താ ഹണി റോസിന്? അതെന്തുകൊണ്ടാ? അല്ല, മറ്റുള്ളവർക്ക് കൂടുതൽ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് ഹണി റോസിന് മാത്രം. അതുകൊണ്ട് മാത്രമാണ്. നമുക്കിപ്പൊ റീല് ചെയ്യുമ്പോ എന്തിനാണ് റീല് ചെയ്യുന്നത്? വേറെ ലാവണം, മറ്റുള്ളവർ ശ്രദ്ധിക്കണം, വ്യൂസ് കിട്ടണം. അപ്പൊ ഇവരുടെ 3 പേരുടെ കൂടെ എടുത്താലും ഇത്ര വ്യൂസ് ഒന്നും കിട്ടില്ല. പക്ഷെ ഹണി റോസിന്റെ കൂടെ എന്ന് എടുത്താൽ വ്യൂസ് ഉറപ്പാ. പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഈ കോണ്ടന്റ് വേണം, ഈ രീതിയിൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയാസ് ഉണ്ടോ? അല്ല, എനിക്ക് പെട്ടെന്നൊരു ഐഡിയാസ് കിട്ടില്ല. അതാ പ്ലാൻ ചെയ്ത് പണണം, സമയമെടുത്ത് ഷൂട്ട് ചെയ്യണം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോ പെട്ടെന്ന് തോന്നുമ്പോ
പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അത് തന്നെ ഞാൻ ചെയ്യും. ഇപ്പൊ ഹൻഷിച്ച് വന്നു, ഓക്കെ ആഷിഖ് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ എത്തരത്തിലൊരു ഷൂട്ട്? ഒരു 5 മിനിറ്റിനകത്ത് ആലോചിച്ചിട്ട് ഓ പെട്ടെന്ന് പറയാം. നല്ലൊരു ഐഡിയ ഇല്ല ഇപ്പൊ പറയാൻ? ഇപ്പൊ ഇല്ല. ഏതെങ്കിലും സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണം, വീഡിയോ ചെയ്യണം? അങ്ങനെ അത്രയ്ക്ക് വലുതൊന്നായിട്ടില്ല. ആയൊക്കെള്ളായിരുന്നു. എന്നാലും ഗേൾസ് ഒക്കെ ഈ പറഞ്ഞ ഒരു വോയിസ് കേൾപ്പിക്കണം. കേൾപ്പി കേൾപ്പി. ഈ ഇടയ്ക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്ത ഒരു വോയിസ് ആണ്. ആ സീന് വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, വേറൊന്നും അല്ല, ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ ചോദിക്കാനായിരുന്നു മെസ്സേജ് അയച്ചത് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി. ആള് എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തിരിച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരാണ്. അതായത് മറ്റുള്ളവർക്ക് ദേഷ്യം, അതായത് എന്നോട് ബോയ്സിനൊക്കെ ദേഷ്യം, നല്ല ദേഷ്യമുണ്ട്. അപ്പൊ എൻ്റെ കൂടെ ഇപ്പൊ ഫോട്ടോ എടുത്താൽ പോലും അവരോട് ഇങ്ങനെ ഓരോ അനാവശ്യമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ബോയ്സ് ഉണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നെ അറിയാത്ത ബോയ്സ് ആണ് കൂടുതൽ പറയുന്നത്. അപ്പൊ അവരൊക്കെ എന്നോടൊന്ന്, എൻ്റെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വന്ന് പറയാറുണ്ട്, ഇതുപോലെയാടാ നിന്നെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ബോയ്സിന് എൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ പൊളിയും, നല്ല രീതിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാ. മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കണം. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം പറയുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇപ്പോൾ ദേഷ്യം എന്നോട് ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചേട്ടൻ്റെ കൂടെ ഒന്ന് വീഡിയോ ചെയ്താൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് നല്ല വേദനിക്കും. അത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും മറുപടി കൊടുത്ത ആശി? എനിക്ക് ചിരി വന്നു. ഞാൻ ഒന്നും കൊടുത്തില്ല. ഞാൻ ഇങ്ങനെയുള്ളതൊന്നും എടുക്കത്തില്ല. വെറുതെ ഞാൻ കാരണം എന്തിനാണ് അവരുടെ കുടുംബം ഇല്ലാതാക്കുന്നത്? എനിക്കതൊന്നും ഇഷ്ടമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ ഒരു വെറൈറ്റി വീഡിയോസ് പ്ലാനിങ് ഉണ്ടോ ചെയ്യാൻ വേണ്ടിട്ട്? 2-3 ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് വീഡിയോ ബിസി ആണോ? ബിസി ആണെന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇവിടെ കൊച്ചിയിൽ വന്ന ശേഷം രാത്രി ഫുള്ളും കറങ്ങി ഇങ്ങനെ നടന്നിട്ട് പിന്നെ രാവിലെ ഉറക്കം. ഇതാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. കുറച്ച് പ്രൊമോഷൻ. അപ്പൊ കൊച്ചിയിലുള്ളവരൊക്കെ മൂങ്ങിയാണോ? എല്ലാവരും ഇല്ല, എന്നാലും കുറച്ചു പേരൊക്കെ അങ്ങനെ ഹാപ്പിനെസ് തേടി ഇങ്ങനെ. അപ്പൊ ആഷിഖിനെ കിട്ടണമെങ്കിൽ നൈറ്റ് കോണ്ടാക്ട് ചെയ്യണം. നൈറ്റാ. സത്യം, ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോ തന്നെ ഒരുപാട് ദിവസം ആയിട്ട് ഞാൻ ഇങ്ങനെ ലാഗ് അടിപ്പിച്ചോണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഉറക്കം എണീക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ നൈറ്റ് വർക്ക് ഉണ്ട്. അത് തന്നെ, എനിക്ക് നൈറ്റ് വർക്ക് ഉണ്ട്. മോർണിംഗ് കിടന്നുറങ്ങണം. അതെ, മോർണിംഗ് ഫുള്ള് കിടന്നുറങ്ങും. ഞാൻ 8-9 മണിക്ക് എണീക്കുന്നത്. ഈ രാത്രി എന്താ ചെയ്യണേ? കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ കറക്റ്റ് ഒരു 8 മണിക്ക് എണീക്കും. രാത്രി ഫുഡ് കഴിക്കും. ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകും. 4 മണി 5 മണി വരെ ഇങ്ങനെ ഫുള്ള് കറക്കാം. കൊച്ചിയില് കറക്കുന്നത് മറൈൻ ഡ്രൈവ്, പിന്നെ ക്യൂൻസ് വേ, പിന്നെ പാർട്ടിയിലൊക്കെ പോകാറുണ്ട്. 8 മണിക്ക് പാർട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അടുത്ത സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകും. എന്നിട്ട് അടുത്ത ക്രൗഡ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളാണ്. അപ്പൊ ഈ നമ്മുടെ അറിയുന്ന ആളുകൾ വരും സംസാരിക്കുക. ഒരുപാട് എവിടെ പോയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാല്. പണ്ടൊന്നും ഇങ്ങനെയല്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്നെ അറിയാന്നുള്ളവര് എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ, ഇപ്പോൾ ഒരു വലിയ ക്രൗഡിന്റെ ഇടയിലായിരിക്കും ഇപ്പോൾ ഒരു 5 പേര് വന്നിട്ട് എന്നോട് കൈയൊക്കെ തന്നിട്ട് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാല്. പ്രൗഡ് മൂമെന്റ് ഭയങ്കര എടുത്തു പറയാൻ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെറിയ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വീഡിയോ നിർത്തിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാ എന്തിനാ ഞാൻ നിർത്തുന്നതെന്ന് എന്നെ ഇഷ്ടമുള്ളവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അധികം പുറത്തിറങ്ങൂലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരുപാട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എന്നെ ഭയങ്കര ഇഷ്ടമായി. കൊച്ചിയിൽ ഒരുപാട് പേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒന്ന് കമ്പനി അടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. ഭയങ്കര സന്തോഷം. ഇന്റർവ്യൂ കാണുമ്പോൾ കുറെ പേർക്ക് ആ തെറ്റിദ്ധാരണ അങ്ങ് മാറി കിട്ടും. ആഷിഖ് ശരിക്കും ഇങ്ങനെയാണ്, ശരിക്കും ആഷിഖ് ഇങ്ങനെ തന്നെയല്ലേ? അതെന്നെ അറിയാന്നുള്ളവർ പറയാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു സീനുമില്ല, ഒരു പ്രശ്നമില്ല സത്യം പറഞ്ഞാല്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് പറയാതിരുന്നാൽ മാത്രം മതി. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ ഒരു അവസ്ഥയിൽ എൻ്റെ ഫ്രണ്ട്സിന് നല്ല രീതിക്ക് ബാഡ് കമൻ്റ് ആയിരുന്നാലും ഇങ്ങനെ അവരെ കുറിച്ച് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അതൊന്ന് മാറി കിട്ടണം, അത് മാത്രമേ എനിക്കുള്ളൂ. എന്നെ അറിയണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുക.
അല്ലാതെ എന്തിനാണ് അത്രയ്ക്ക് അനാവശ്യം പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇടയ്ക്കാണെങ്കിൽ എന്നെ എന്തോ കേസിന് പിടിച്ചെന്നോ എന്തൊക്കെയാ പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ട്സിനോട് എന്താണ് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിങ്ങനെ പറയും നമ്മളെ സക്സസ് ആവുന്ന സമയത്തായിരിക്കും നമ്മളെ കുറിച്ചുള്ള ഗോസിപ്സ് കാര്യങ്ങൾ വരിക. അപ്പൊ അതിനകത്ത് ആഷിക് സക്സസ് ആയിട്ട് പൊക്കോണ്ടിരിക്കാന്ന. ഇപ്പൊ സത്യം പറഞ്ഞ പല ബോയ്സിനും നല്ല ദേഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവൻ ഇത്രയും പെൺകുട്ടികളെ കിട്ടുന്നത്, എങ്ങനെയാണ് ഇവൻ സെറ്റ് ആവണേ. അതെപ്പോഴും ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒരുപാട് പേരാട്ടോ അത് കമന്റ് ചെയ്യണേ. അപ്പൊ അതിലൊരു ടിപ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ എന്തായിരിക്കും? കൊടുക്കത്തില്ല. എന്നെ പോലെ ഞാൻ മാത്രം മതി, ഇവിടെ വേറെ ആരും വേണ്ട. എന്നാലും പാവങ്ങൾ എത്ര പേര് സിംഗിൾ ആയിട്ട് നിൽക്കുന്നു. അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എങ്ങനെ, കാരണം ഒരു വീഡിയോയില് ഒരു 5-6 സെയിം ആണ് വരിക. അപ്പൊ അത്രയും ആളുകൾ ചോദിക്കുമ്പോ ഒന്നെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇവരോട് ഇപ്പൊ ഒരു ഗേൾസിനെ പരിചയപ്പെടുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ബോയ്സിനോട് സംസാരിക്കുന്ന പോലെ അവര് ഗേൾസിനോട് സംസാരിക്കുന്നത് നല്ല കമ്പനി മൈൻഡിലാണ് സംസാരിക്കുന്നത്. അവരെ വേറെ ഉദ്ദേശത്തോടെ കാണാതിരുന്നാൽ തീർന്ന പ്രശ്നം. നമ്മളിപ്പോ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രണ്ട് അത് തന്നെ, ഫ്രണ്ടിനെ ഫ്രണ്ടായിട്ട് തന്നെ കാണണം, അത്ര മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇവളുടെ തോളിൽ കൈയിടും. ഞാൻ വേറെ ഒരു ഉദ്ദേശത്തിലും അല്ല തോളിൽ കൈയിടുന്നത്. അത് അവൾക്ക് ഫീൽ ആവും, മനസ്സിലായ ഞാൻ ഇങ്ങനെയല്ല. അപ്പം തന്നെ നമ്മൾ കൂടുതൽ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ബോയിൻ്റെ പുറത്ത് തോളിൽ കൈയിടുന്ന പോലെയാണ് ഒരു ഗേളിൻ്റെ പുറത്ത് തോളിൽ കൈയിടുന്നത്. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയല്ല, പല ഉദ്ദേശത്തില്ല. എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ബോയ് അല്ലേ, എനിക്കറിയാം, നല്ലതുപോലെ അറിയാം. ഒരുപാട് ഗ്യാങ്ങിൻ്റെ കൂടെ നടക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ്. ഓക്കെ. അതിനിപ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് പേര് ഒരുപാട്. അതെന്താണെന്ന് ഇങ്ങനെ നടന്നിട്ടും പ്രപ്പോസ് വരുന്നത് എന്താണെന്നാണ് എനിക്കറിയാത്തത്. ഇത്തരം ഗേൾസിനോട് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായി എന്നെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ എന്തായാലും വിഷമാവുമല്ലോ. അതായത് ഇത്തരം ഗേൾസിന്റെ കൂടെ നടക്കുകയല്ലേ. എന്നിട്ടും എങ്ങനെ പ്രപ്പോസൽസ് എനിക്ക് വരുന്നേന്ന്. ഈ കൂട്ടത്തില് ഫ്രണ്ട്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ട് പെമ്പിള്ളേരുടെ ആ ടീമിൽ തന്നെ പെമ്പിള്ളേരുടെ ഭാഗത്ത് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ വെച്ചാല് എല്ലാവർക്കും പ്രേമമുണ്ട്, ഒരുപാട് പേർക്ക് പ്രേമമുണ്ട്. കൂടുതൽ എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രേമമുണ്ട്. 1-2 പേർക്ക് മാത്രമേ പ്രേമം ഇല്ലാത്തത്. എല്ലാരും ചോദിക്കാം നീ ഇതുവരെ ഒരു പെണ്ണിനെ കണ്ടെത്തിയില്ലേ? ഞാൻ എല്ലാവരോടും പറയുന്നത് നല്ലൊരു പെണ്ണിനെ കിട്ടിയതിനെ നോക്കും എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പൊ എല്ലാരും ചോദിച്ചു എന്താ ഇത്ര പെണ്ണുങ്ങളില്ലേ, എന്നിട്ട് എന്താ കിട്ടാത്തെന്നാണ്. എല്ലാവർക്കും പ്രേമമുണ്ട്, എന്നെ ഇവിടെ നിന്ന് കിട്ടാനാ. ഒരുപാട് പേര് കമ്മിറ്റഡ്. ഇപ്പൊ എന്റെ കൂടെ നിന്ന് എല്ലാരും പോയി. സത്യം പറഞ്ഞാൽ എല്ലാരും പ്രേമിച്ചിട്ട് എന്റെ പഴയ ഗേൾസ് ഒന്നും ഇല്ല ഇപ്പൊ. സത്യം പറഞ്ഞാൽ പ്രേമിച്ച് എങ്ങനെ പോയി. പ്രേമം വന്നാൽ പിന്നെ അറിയാലോ, എങ്ങനെ ഒന്നും അടിച്ചൊളിച്ച് അങ്ങനെ നടക്കില്ല. പ്രേമം മാത്രം മതി, ആ പയ്യൻ മാത്രം മതി അങ്ങനെ. പക്ഷെ എനിക്ക് നല്ല വിഷമം. കാര്യം എന്റെ ഫ്രണ്ട്സിനൊന്നും എനിക്കിപ്പോ കാണാൻ പോലും പറ്റുന്നില്ല. നല്ല വിഷമമുണ്ട്. അവന്റെ ആ ഒരു ക്യാരക്ടറൊക്കെ മാറി ചേഞ്ചായി. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ വരും. അങ്ങനെയല്ല, എന്തായാലും വരും. തിരിച്ചു വരും ഉറപ്പായിട്ട്. എവിടെ പോയാലും എന്നത്തെ. ഓക്കെ, ശരി. അപ്പൊ ആഷിഖിന്റെ ഒരു ലൈവ് പ്രപ്പോസൽ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ അങ്ങനെ ആരോടും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അറിയത്തില്ല അതെങ്ങനെ അത് നമുക്ക് പഠിപ്പിച്ചിരണം. സംസാരിക്കാനാണ് ഓക്കെ, അല്ലാതെ എനിക്ക് പ്രപ്പോസൽ ഒന്നും ചെയ്യാൻ നാണക്കേടാ. സനികയൊന്ന് പ്രപ്പോസ് ചെയ്യണം. ഇവളൊക്കെ ആരും പ്രപ്പോസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ് അല്ലേ. അതാണ് പറഞ്ഞു, ഇവളൊക്കെ ആരും പ്രപ്പോസ് ചെയ്യാനാണ്. എനിക്കൊരു വില എങ്കിലും പാവം വിഷമായിട്ടോ. അപ്പൊ ഒരു പ്രപ്പോസൽ രസമായിട്ട് പ്രപ്പോസ് ചെയ്യണം. അല്ല, പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അതിന്റേതായ ഒരു ഫീലൊക്കെ വേണ്ടേ? വരണം. നമ്മൾ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഇവളോട് ഇങ്ങനെ ഒരു ഫീൽ അവള് തിരിഞ്ഞിരുന്നോളൂ. സനികനെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്. സനികനെ ഇഷ്ടായി ആഷിഖിന്. അപ്പൊ ആഷി ഒന്ന് പ്രപ്പോസ് ചെയ്യാണ്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എപ്പോഴും ചെയ്യുന്ന കാര്യം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ആഷിന്റെ പ്രപ്പോസൽ ഒന്ന് കാണണം. എങ്ങനെ വളയിക്കണം കേട്ടോ, വളയിക്കണമല്ല വളയിക്കണമെന്നൊക്കെ. ഓക്കെ, റെഡി. അപ്പൊ നമ്മള് കുറച്ച് ആടേ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയാണെന്ന്. പറ്റും, യു ക്യാൻ.
സത്യം പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ ആ പണ്ടത്തെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോ നേരിട്ടൊന്ന് സംസാരിച്ച് ഇങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇല്ല ട്രൈ ചെയ്. ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്താൽ പെട്ടെന്ന് set ആൾക്ക് ആക്കാൻ കാണുന്ന ആഗ്രഹമുണ്ട് അല്ലെ? ആഷിയുടെ പ്രപ്പോസൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ആ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലെന്ന് പറയാൻ ആഷി നമ്മൾ ഇത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോ ഞങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ചിരിക്കാം, നാളെ വരുന്നുണ്ട്. സത്യമായിട്ട് ട്രൈ 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 ട്രൈ. ഇവളെ മുഖം കാണുമ്പോ എനിക്കോണ്ടിരിക്കാം. എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? പ്രപ്പോസ് ചെയ്യണോ? അറിയോ പ്രപ്പോസ് ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ? എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇവിടെ കിടക്കുന്ന എല്ലാ ആൺപിള്ളേരും ഈ 2 പേരും ആഷി എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് കണ്ട് പഠിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത ആൾക്കാരാ. കാരണം എങ്ങനെയാണ് ആഷി ഇത്രയും ഗേൾ ഫ്രണ്ട്സിനെ കിട്ടണേ, അതാ ആ പറഞ്ഞത്. ഒരു മാജിക് അറിയണം. ഞാൻ ഒരു 10 മിനിറ്റ് എടുത്താലും ഞാൻ പെട്ടെന്ന് വളയ്ക്കും, അതെന്നെ കൊണ്ട് പറ്റും. അതാണ് വേണ്ടത്. പക്ഷെ അതാരും ഇല്ലെങ്കിൽ മാത്രമല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അത് അതൊക്കെ ഭയങ്കര മോശമല്ലേ? ഞങ്ങളിവിടെ ഇല്ലാന്ന് വിചാരിച്ചേക്ക്. ട്രൈ ചെയ്യാ ആഷി. ട്രൈ ചെയ്യാനാ. ഓക്കെ, തിരിഞ്ഞിരിക്കും, ഞങ്ങൾ തിരിഞ്ഞിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് അറിയത്തില്ല. ഓക്കെ, ജസ്റ്റ് പ്രപ്പോസൽ പ്രപ്പോസ് ചെയ്യണം അല്ലേ? യെസ്. തിരിഞ്ഞു ഈ ഫേസ് കാണുമ്പോൾ തോന്നുന്നില്ല തിരിഞ്ഞിരുന്ന. എന്താടി നീ നേരെ ഇരുന്ന കുഴപ്പമില്ല. കുഴപ്പമില്ല, ആളത് സെറ്റ് ആക്കും. അങ്ങനെ പറയല്ലേ? ചെയ്തോ? ഇത് കണ്ടിട്ടൊരു മൂവിയിൽ വിളിക്കണം ആഷിനെ. വേണ്ട. അതെന്താ മൂവി ആഗ്രഹമില്ല? ആഗ്രഹമില്ല? ഇല്ല ഇല്ല. ആഹാ, ആദ്യ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ ഇത് കിടത്തോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്റെ കയ്യിൽ നിന്ന്. ഒരു കാര്യം പറയട്ടെ, ഇവളെ പ്രപ്പോസ് ചെയ്യുന്നില്ല. ഓ ടാർഗറ്റ്. ആൾക്ക് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഇല്ല അങ്ങനെയല്ല. ഇവളിപ്പോ കണ്ടുണ്ട്. ഓക്കെ, ശരി ശരി ശരി, എന്നെ ഒന്ന് പ്രപ്പോസ് ഇത് ചെയ്തു. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കാണല്ലേ ആ ആ ഒരാളോട് ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട്. ശരി ശരി, ഞാൻ ഫോണിൽ നോക്കിയിരിക്കണം. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇതൊക്കെ. ആണല്ലേ? ഇത് തന്നെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അത്ര ഇല്ല സെറ്റാ, ഉറപ്പല്ലേ? ഹാങ്ക്രാം എല്ലാത്തിനും റെഡി ആയിരിക്കാം. അതെനിക്കറിയാം. കുറച്ച് ജാടയാട്ടോ. അയ്യോ അയ്യോ. നാളെ വരുന്നുണ്ടോ? എനിക്കോ? ഇല്ലല്ലോ. അല്ലല്ലോ, ഉറപ്പല്ലേ? തുടങ്ങിയോ? ഞാൻ ഓവറാക്കോ? ഇങ്ങോട്ട് നോക്കോ, എന്നെ നോക്കോ. എന്താ ഫോണിൽ ഫോണില് എന്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് പറയൂ. എനിക്ക് ചിരി വരുന്നു. ഹായ് ആഷി. ഹായ് ആഷി. എന്തോ പറയണെന്ന് പറഞ്ഞു ആഷി? അല്ല, എനിക്ക് നാളെ വരുന്നു. എന്തിനാ നാണിക്കണേ? കുറച്ച് ദിവസമായിട്ടില്ല എന്നെ പുറകെ ഇങ്ങനെ നടക്കണു, എന്താ കാര്യം? അങ്ങനൊന്നുമില്ല, എനിക്ക് ആ കണ്ണ് കണ്ടപ്പോ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് കയറി വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ക്രഷ് അടിച്ചെന്ന് വെച്ചാല് ക്രഷ് അടിച്ചു. ഞാൻ ഇതുപോലെ ഒരു കുട്ടീനെ ഞാൻ നോക്കി നടക്കുന്നത്, പക്ഷെ സ്വഭാവം അറിയത്തില്ല. ലുക്ക് കണ്ട് പെട്ടെന്ന് കണ്ടവിടെ ഇഷ്ടം തോന്നിയോ? അല്ല, ഇതുപോലെ ഒരു പറയുമ്പോ അതായത് ഇങ്ങനെ ഒരു ലുക്കുള്ള ഒരു കുട്ടിയെ നോക്കി നടക്കുകയായിരുന്നു. സോ പിന്നെ ഈ കണ്ണും കൂടെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണു മാത്രം മതി, ഒരു ഫോട്ടോ എടുത്തോളൂ. ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെ? ഇത് കൊറേ വർഷമായിട്ടുള്ള പരിപാടിയാ. ഞങ്ങൾക്കറിയാം ഇവിടുന്ന് എങ്ങനെ തുടങ്ങണം. അല്ല, രാത്രി ആവശ്യം വരും. ഇതുപോലെ എത്ര പേരെ. അതെ അതെ, എത്ര പേരെ, ഒരുപാട്.